തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. തിരിഞ്ഞു പോലും അവൻ നോക്കാറില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞോടെ ചോദ്യം ചെയ്താണ്. അവന്റെ അമ്മന്റെ വീട്ടിൽ വന്ന് എന്തിനാ ശബരീഷ് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഞാൻ നുണയൊന്നും പറഞ്ഞിരുന്നല്ലോ. മണിമാളികയും കാറും മസ്താങ്ങും മറച്ചതാങ്ങും എല്ലാം ഉണ്ട് അല്ലെ. നമ്മളൊക്കെ വലുതാകുമ്പോ നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കും. അങ്ങനെ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും അയൽവാസി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ടിനി ടോം സ്വന്തം അമ്മയെ പോലും തിരിഞ്ഞു നോക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ടിനി ടോമിന്റെ മകന്റെ കഞ്ചാവ് കേസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇപ്പൊ ടിനി ടോമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവാദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. അമ്മ സംഘടനയിൽ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചതും ഒരുപാട് അവിഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതും ഒക്കെ ഇതിനോടൊക്കെ അറിയാത്തവരെ ആരും ഉണ്ടാക്കില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ടിനി ടോമിന്റെ ഒരു അയൽവാസി ടിനി ടോമിനെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. ശബരീഷ് എന്നങ്ങനുമാണ് ആ അയൽവാസിന്റെ പേര്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം? ഈ പറയുന്ന ടിനി ടോമിന് സ്വന്തമായി ഫോർഡ് മസ്താങ് വണ്ടിയുണ്ട്. അത്യാവശ്യം സൗണ്ടുള്ള വണ്ടിയാണല്ലോ ഈ ഫോർഡ് മസ്താങ്. അങ്ങനെ ഒരിക്കലും ടിനി ടോമിന്റെ മകൻ ഈ ഫോർഡ് മസ്താങ് എടുത്ത സമയത്ത് ഏതോ ഹമ്മിന്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി റൈസ് ചെയ്ത് ഈ മസ്താങ്ങിൽ നിന്നും അത്യാവശ്യം നല്ല ശബ്ദം പുറത്തു വരികയും ചെയ്തു. ഇത് കേട്ട് ഈ അമ്മിന്റെ അടുത്തുള്ള വീട്ടിലൊരു കുട്ടി ഞെട്ടി താഴെ വീണു. ആ താഴെ വീണ കുട്ടി എന്ന് പറയുന്നത് ശബരീഷിന്റെ മകനാണ്. ഇത് ശബരീഷിനെ അങ്ങ് തീരെ സഹിച്ചില്ല. ശബരീഷ് ഇത് വൻ പ്രശ്നമാക്കി മാറ്റി. അതോടെ ഈ ടിനി ടോമിന്റെ മകൻ ശബരീഷിന്റെ വീട്ടിന് മുന്നിൽ വന്ന് തെറി വിളിക്കുന്നതിനൊക്കെ വീഡിയോ വൻ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അന്നേരം ശബരീഷ് തിരിച്ചു നല്ലോണം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടിനി ടോമിന്റെ മകനെ കഞ്ചാവ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെല്ലാം ഒടുവിൽ ഈ ശബരീഷ് എന്താക്കി ടിനി ടോമിന്റെ മകനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കാൻ വേണ്ടി ശബരീഷിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ കേസ് നേരെ തിരിഞ്ഞ് ബാധ്യ പ്രതിയായി. ടിനി ടോമിന്റെ മകനെതിരെ കേസ് കൊടുക്കാൻ പോയ ശബരീഷിനെതിരെ കേസ് എടുക്കുമെന്നുള്ള രീതിയിലായി കാര്യങ്ങൾ. ടിനി ടോമിന്റെ മകൻ ശബരീഷിനെ വീട്ടിന് മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊന്നും പോലീസുകാരെ കണ്ടില്ല. പോലീസുകാർ കണ്ടത് എന്താണ്? ശബരീഷ് ടിനി ടോമിന്റെ മകനെ തിരിച്ചു പറയുന്നത് മാത്രമാണ്. എന്നാലും ഇതോടെ ശബരീഷിന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും അപമാനിതനായി ഇറങ്ങി പോരേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി പല മീഡിയകളിലും ശബരീഷ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ടിനി ടോം അനധികൃതമായി ഭൂമി കൈയേറിയതിനെ കുറിച്ചുമെല്ലാം ശബരീഷ് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ശബരീഷ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതോ യൂഷ്വൽ സൈക്കോ എന്ന് പറഞ്ഞ ചാനലാണ് പുള്ളിക്കാരന്റെ വെളിപ്പെടുത്തൽ. അതിലെ ആ പയ്യനുമായി പുള്ളിക്കാരൻ സംസാരിക്കുന്നതിന് ഒരു വോയിസ് റെക്കോർഡ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. എനിക്ക് ഈ പറയുന്ന വ്യക്തിയോട് പൂർവ്വ വൈരാഗ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ ഈ പറയുന്ന വ്യക്തി ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി എന്റെ ലൈഫിനെ കാര്യമായി ബാധിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പെരിയാർ ഹെർമിറ്റേജിൽ എന്ന് താമസിക്കാൻ വന്നു അന്ന് മുതൽ ഭയങ്കരമായ ഭരണ പരിഷ്കാരങ്ങൾ, അതായത് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പെരിയാർ ഹെർമിറ്റേജ് എന്ന് പറയുന്ന ഒരു കോളനിയിൽ വന്നപ്പോ ഈ കോളനിയിലുള്ള സകല അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ സെലിബ്രിറ്റി എന്നുള്ളൊരു, അതായത് അവൻ വന്നു അവന്റെ കൂടെ നടക്കണവനൊക്കെ സെലിബ്രിറ്റിയാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യന്മാർ ഒരു സെലിബ്രിറ്റിയാണ്. ആ രീതിയിലുള്ള നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. ഞാൻ കമ്മനിപ്പള്ളിയിൽ ജനിച്ചു വന്ന ഒരാളാണ്. ഓക്കെ, നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ പുച്ഛിക്കുന്ന സ്വഭാവം ടിനി ടോമിന്റെ രക്തത്തിൽ പണ്ടേ അലിഞ്ഞു ചേർന്നതാണ്. അൻസിബേനെ ഇതേപോലെ പുച്ഛിച്ചതിന്റെ പരിണിത ഫലമാണല്ലോ മൂപ്പര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ഒരു മനുഷ്യനാണ്. ഇയാൾ ഈ പുച്ഛിക്കുന്ന സ്വഭാവം ഇന്നേരം തുടങ്ങിയതല്ല. പണ്ട് ഇയാളെ മിമിക്രിക്കെതിരെ ട്രോളിയ ട്രോളന്മാരൊക്കെ ഇയാൾ പണ്ട് പുച്ഛിച്ചത് നമ്മൾ കണ്ടതാണ്. എന്തൊരു പുച്ഛിക്കലായിരുന്നു അല്ലേ. അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾ ഭയങ്കര അരഗന്റ് ആണെന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇയാളുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും കൂടി നടന്നതോടെ അങ്ങ് പൂർത്തിയായി. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. ഇവർ ആദ്യമായി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മകൻ, അതായത് അന്ന് എന്റെ മകൻ രാജശ്രീ പബ്ലിക് സ്കൂളില് LKG പഠിക്കുകയായിരുന്നു. ഞങ്ങൾ വില്ല നമ്പർ 80 താമസിക്കുമ്പോൾ ആ വില്ലയുടെ അവിടം വരെയുള്ള അവന്റെ ബസ് അങ്ങോട്ട് നിർത്തലാക്കി. ബസ് ഗേറ്റിന് പുറത്ത് വന്നാൽ മതി, കാരണം വലിയ വണ്ടിയാണ്, റോഡ് ചീത്തയാവും. അതെ, ഈ വലിയ വണ്ടികളൊക്കെ ആ റോഡിൽ കൂടെ വന്ന് റോഡ് ചീത്തയായി കഴിഞ്ഞാണെങ്കിൽ ഈ ടിനി ടോമിന് ഫോർഡ് മസ്താങ്ങും ലംബോർഗിനും നാലും കൂടെ ഓടിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് വലിയ വണ്ടികളൊക്കെ അവരുടെ കോളനിയിലേക്ക് വരുന്നത് ടിനി ടോം തടഞ്ഞു എന്നുള്ളതാണ്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അല്ലേ. ഇയാളുടെ സൗകര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത് കാരണം മറ്റുള്ള ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഇയാൾ ചിന്തിക്കുന്നേ ഇല്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ചെങ്ങായി ഇഷ്ടമാണ്. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. ഓക്കെ, ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി, എന്റെ ഒരു സംശയം, ഞങ്ങൾ വെക്കേഷൻ വന്നേക്കുമുണ്ട്. ഞാൻ സ്വിച്ചിലായിരുന്നു. അല്ല, സ്വിച്ചിലും UK-ലും പോർച്ചുഗലിലൊക്കെ ചെറിയ ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോ ഞങ്ങൾ വെക്കേഷൻ വന്നേക്കും നടന്ന സംഭവം ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോ ഞങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കളഞ്ഞു. ഓക്കെ, അല്ല എന്റെ ഒരു സംശയം, ഈ ടിനി ടോം അവിടെ വരുന്നതിന് മുമ്പ് അവിടെ താമസിച്ചോണ്ടിരുന്ന ആൾക്കാരല്ലേ നിങ്ങള്? പറയേണ്ടവരോട് ഞാൻ പറയുന്ന ആളെന്തോ പറയുന്നു, ചോദിക്കുന്നവനെന്തോ ചോദിക്കുന്നു. ചോദിക്കുന്നവന് ചോദ്യം പറയുന്ന ആള് കേൾക്കുന്നുമില്ല. അങ്ങേരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അല്ല ബ്രോ, ഒരു സംശയം ചോദിച്ചോട്ടെ. എന്ത് സംശയം? മൂപ്പര് എങ്ങനെ പറയന്നെ ചോദിക്കണം, ചോദിച്ച് നാണം കേടാന്നല്ലാണ്ട്. നല്ല രസമുണ്ട് എന്തായാലും കേൾക്കാൻ. ബാക്കിയുടെ കേട്ടോക്കാം. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോയില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ വില്ല നമ്പർ 41ലേക്ക് മാറി.
അതൊരു ചെറുതായിട്ട് വാങ്ങുന്നുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ മാറി. അല്ല ബ്രോ, കാര്യങ്ങളും എന്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഹലോ, അങ്ങനെ ഇരിക്കെ ആണ്. അപ്പൊ അതിനു മുന്നേ പല കംപ്ലൈന്റുകളുണ്ട് ഈ വണ്ടി ഓടുന്നതിന്റെ. എന്താലേ അവനെന്തോ ചോദിക്കുന്നുണ്ട്, ഇയാളത് കേൾക്കൊന്നും കൂടില്ല. അങ്ങനെ അങ്ങോട്ട് പറയന്നെ. ഇങ്ങനെയുണ്ട് ഒരാൾ അപമാനിക്കല്. കുറച്ച് കഴിഞ്ഞാലെങ്കിലും ഈ ചോദിക്കുന്നവന് ചോദിക്കാനുള്ളത് കേൾക്കായിരിക്കും അല്ലേ. നമുക്ക് എന്തായാലും ബാക്കി കേട്ട് നോക്കാം. അച്ഛൻ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റേതായ മൗലിക അവകാശങ്ങളുണ്ട്, ഇല്ലേ? ശരിയല്ലേ? അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പരാതിപ്പെട്ടു. ബ്രോ ഹലോ, വലിയ നീക്കമൊന്നും ഉണ്ടായില്ല. അല്ല ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? ഹലോ, എനിക്കൊരു സംശയമുണ്ട്. അതായത് നിങ്ങൾ അവിടെ താമസിക്കാൻ വന്നതിന് ശേഷം, അതിന് ശേഷമല്ലേ ടിനി ടോം ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് താമസിക്കാൻ? ഞാൻ 9ാം ക്ലാസ് തുടങ്ങി അവിടെ ഉള്ള പഠിച്ചവൻ കാത്ത് അവസാനം ഇവന്റെ ചോദ്യം ആ ചങ്ങായി കേട്ട്. അൽഹംദുലില്ലാ. ഇല്ലെങ്കിൽ ഈ ചോദിക്കുന്നവന് നാണം കെട്ടുപോയേനെ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മ്യൂട്ടിലിട്ടാണ് സംസാരിക്കുന്നത് തോന്നുന്നു. ഈ മ്യൂട്ടിലിട്ട് പറയുന്ന സമയത്ത് അപ്പുറത്ത് പറയുന്ന ആളെന്താന്നുള്ളത് കേൾക്കൂലല്ലോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇപ്പൊ അവന് ചോദ്യകർത്താവിന് ചോദിക്കാനുള്ളത് കേട്ടല്ലോ, സന്തോഷം. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഒരു ദിവസം എന്റെ അമ്മ എന്നെ വിളിച്ചേക്കാണ്, എടാ ഇവനെ കൊണ്ട് തലയ്ക്ക് സൗകര്യമില്ല, ജീവിക്കാൻ സമ്മതിക്കണം. പക്ഷെ എന്ത് പറ്റി? ഇവൻ ബഹളം ഉണ്ടാക്കിയാണ് പോണത്. ഞാൻ വീട്ടിൽ എന്റെ പ്രായം 60 വയസ്സിന് മേലെ പ്രായമുണ്ട് അമ്മയ്ക്ക്. അച്ഛന് 70 വയസ്സായി. വീടിന്റെ മുമ്പിൽ കൂടി ബഹളം ഉണ്ടാക്കിയാ പോണത്. അപ്പൊ അമ്മ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അമ്മ എടുത്ത് പറയാണ്, നിന്റെ മോനെ വിജിലൻസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. അതെന്താ ഇവനാണോ വിജിലൻസുകാർക്കും പോലീസുകാർക്കും ചെലവിന് കൊടുക്കണേ? സിനിമാ നടനായതുകൊണ്ട് എന്ത് തോന്നിയാസം എന്ത് വൃത്തിയോട് കാണിക്കും? എന്താ ഇതിനൊക്കെ പറയല്ലേ? വീട്ടിന് മുന്നിലൂടെ ബഹളം ഉണ്ടാക്കി പോയത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്താണ്. എന്താണ് ഭീഷണി? പോലീസുകാരെ കൊണ്ട് പീഡിപ്പിക്കും പോലും. അല്ലെ, ഇതിന് മാത്രം ടിനി ടോമിന് എവിടെയാണ് പോലീസിൽ പിടിപാടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉണ്ടാകുമായിരിക്കും അല്ലെ, ഈ പണവും പ്രശസ്തിയും ഉള്ളവന് പിടിപാട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാലോ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കൊക്കെ പോലീസുകാരെ അടിമകളാക്കി വെക്കാൻ പ്രത്യേകിച്ച് പാടുന്നുണ്ടാവില്ല. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അല്ലെ. എന്തായാലും ബാക്കിയുടെ നോക്കാം. മനസ്സിലായി. ഇല്ല, ഇത് ആ പയ്യൻ പറഞ്ഞല്ലേ പറയുന്നത്? ഞാൻ അതിനുശേഷം ഞാൻ അവനെ വിളിച്ചപ്പോ നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞ നീ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ 2 പോലീസുകാരെ വിട്ടേക്കാണ്. അത് ശരി. അപ്പോഴേക്കും പോലീസുകാരെ വീട്ടിലെത്തിയോ? അല്ലെ, ഈ ടിനി ടോമിനെ പോലുള്ള ആൾക്കാർക്ക് ഇമാതിരി ചീള് കേസിന് വിളിച്ചു പറയുമ്പോഴേക്കും വീട്ടിൽ ചെല്ലാൻ വേണ്ടി പോലീസുകാർക്കൊക്കെ സമയമുണ്ടല്ലേ? അല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ഇവന്മാർക്ക് മൈൻഡ് ചെയ്യാൻ പോലും സമയം ഉണ്ടാവില്ല. പക്ഷെ ടിനി ടോമിനെ പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചീള് കേസിന് വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ ടിനി ടോമിനൊക്കെ കാല് നക്കാൻ വേണ്ടി ഇവന്മാർക്ക് നല്ല സമയമാണ്. അതിന് ഇവർക്ക് പ്രത്യേകിച്ച് ബിസിയും കാര്യങ്ങളൊന്നുമില്ല. വെറുതെ അല്ല, ഈ പണമുള്ളവന്റെ കളിപ്പാവകളാണ് പോലീസുകാരെന്ന് പറയുന്നത്. പണമുള്ളവൻ എന്ത് പറഞ്ഞാലും ഇവന്മാർ കാല് നക്കി കൊടുക്കാൻ വേണ്ടി പോകും. എന്നാൽ പാവപ്പെട്ടവന്റെ വീട്ടിലൊരു പീഡനം നടന്നാൽ പോലും ഇവന്മാര് തിരിഞ്ഞു പോലും നോക്കൂല. അതാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ത് പറയാനാണ്, നമ്മുടെ നാട്ടിലെ പോലീസുകാർ ഇങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അല്ല ബ്രോ, എന്റെ ഒരു ഡൗട്ട് ആണ് ഇത് അല്ല ഇത് ഒരുപാട് പരാതികളുണ്ട്. ബ്രോ, അല്ല ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടിനി ടോം ആണോ ഇത് വിളിച്ചു പറയുന്നത്, അതോ മകനാണോ ഈ വീടിന്റെ അമ്മയെടുക്കൽ ഇങ്ങനെ പറയുന്നത്? അല്ല, അമ്മയോട് പറഞ്ഞത് ആരാണ്? ഞാൻ ആ വോയിസ് കേൾപ്പിച്ചാൽ അമ്മയോട് പറഞ്ഞതിന് ശേഷം ഞാൻ അവനെ ഫോൺ വിളിച്ചതല്ല, അവൻ എനിക്ക് വോയിസ് ആയിട്ട് ഇട്ടത്. ഓക്കെ, അപ്പൊ ടിനി ടോം ഈ ശബരീഷിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് ശബരീഷിന്റെ പക്കലുണ്ടെന്നാണ് ശബരീഷ് പറയുന്നത് അല്ലെ? ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം ശബരീഷിന് ടിനി അയച്ച വോയിസ് റെക്കോർഡാണ് തന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടോക്കാം. എന്റെ അമ്മേ എന്റെ വണ്ടി കല്ലെറിയാൻ പോയി, മനസ്സിലായ? വണ്ടിയിലോട്ട് കല്ലെറിയാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? കല്ലെറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എച്ചാതി ഭീഷണില്ലേ? ഇങ്ങേര് ശബ്ദം ഉണ്ടാക്കി വീട്ടിന് മുന്നിലൂടെ പോയതൊന്നും ഇങ്ങേർക്ക് പ്രശ്നമില്ല. തിരിച്ച് അമ്മ എന്തെങ്കിലും പറഞ്ഞതും കല്ലെറിയാൻ പോയതും ഒക്കെയാണ് ഇങ്ങേർക്ക് പ്രശ്നം. ചിലപ്പോൾ അമ്മ ഫ്രസ്ട്രേഷനെ പുറത്തുനിന്ന് പേടിപ്പിക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിയുന്ന പോലെ കാണിച്ചിട്ടുണ്ടാകും. അതിനാണ് ഈ വിരട്ടലും പോലീസുകാരെ വീട്ടിലേക്ക് അയക്കുന്നതും ഒക്കെ. എന്നാലും ടിനിച്ചേട്ടാ, ഇതൊക്കെ മോശമല്ലേ? ഇമാതിരി ചീള് കേസിനൊക്കെ പോലീസുകാർ വീട്ടിലേക്ക് അയക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്തൊരു തോന്നിവാസമാണ് ഇതൊക്കെ. ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതാ കണ്ട് പിടിപാട് വെച്ച് സാധാരണക്കാരനെ അടിച്ചമർത്തുക, ഇതാണ് ഇങ്ങേരുടെ പരിപാടി. എന്തായാലും ബാക്കി കേട്ടോക്കാം. അതിനുശേഷം അൻസിബ എന്ന് പറയുന്ന കുട്ടി, ഇവിടെ നാട്ടുകാർക്ക് അവനെ കൊണ്ട് ചൊറിച്ചിലാണ് സഹിക്കാൻ പറ്റുള്ള. പിന്നെയാണോ സഹപ്രവർത്തകർക്ക്? അതെ ശരിയാണ് അല്ലെ? സ്വന്തം, അതായത് ഇവൻ കമ്പനിപ്പടി വന്ന് താമസിക്കുന്നവനാ. കമ്പനിപ്പടിക്കാർക്കേ ഇവന്റെ ശരി, ഇവൻ വലിയ ആനയുടെ കൂരാണ്. ഇവന്റെ പെറ്റ തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. തിരിഞ്ഞു പോലും അവൻ നോക്കാറില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞോടെ ചോദ്യം ചെയ്താണ്. അവന്റെ അമ്മന്റെ വീട്ടിൽ വന്ന് എന്തിനാ ശബരീഷ് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ നുണയൊന്നും പറഞ്ഞിരുന്നല്ലോ. മണിമാളികയും കാറും മസ്താങ്ങും മറച്ചതാങ്ങും എല്ലാം ഉണ്ട് അല്ലെ? നമ്മളൊക്കെ വലുതാകുമ്പോൾ നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കാൻ നോക്കണേ. എന്ത് ഇവൻ മാത്രം എന്താ ഇവന്റെ അമ്മയെ വേറെ വീട്ടിൽ താമസിപ്പിച്ചേക്കണേ? പിന്നെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ അവന്റെ സംസ്കാരം, അവന്റെ സൗകര്യം. ഞാനതൊന്നും പറയാൻ ആളല്ല.
ഓക്കെ, അപ്പൊ ടിനി ടോം സ്വന്തം അമ്മയെ വേറെ ഫ്ലാറ്റിൽ മാറി താമസിപ്പിച്ചേക്കുവാണെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് അല്ലേ? മേ ബി ടിനി ടോമിന്റെ ഭാര്യയായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാകും, അതിന്റെ ഭാഗമായിട്ടായിരിക്കും മാറി താമസിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും കഴിഞ്ഞ കുറെ കാലത്ത് ടിനിന്റെ അമ്മ ടിനിയുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. അത് ഇങ്ങനെയുടെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്വന്തം അമ്മയെ മാറ്റി താമസിപ്പിച്ച് ഈ ടിനി തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു. ഞാൻ ആ പോസ്റ്റ് സൈഡിൽ കൊടുക്കാം. ഇതിന് ടിനി കൊടുത്ത ക്യാപ്ഷൻ നോക്കി നിങ്ങൾ. എല്ലാം എനിക്ക് അമ്മ പോലും. എങ്ങനെ ഇരിക്കണ്? കഴിഞ്ഞ കുറെ കാലമായി സ്വന്തം വീട്ടിലേക്ക് അമ്മയെ അടുപ്പിച്ചിട്ടില്ല, എന്നിട്ട് ഫേസ്ബുക്കിൽ അമ്മ സ്നേഹം തുളുമ്പുന്ന പോസ്റ്റ് ഇട്ടേക്കുവാണ്. എന്റെ അമ്മയാണ് എനിക്ക് എല്ലാം പോലും. ഇതാണ് ഇവന് മെയിൻ സ്വഭാവം, ഇരട്ടത്താപ്പ്. അത് വിട്ടൊരു കളിയുമില്ല മക്കളെ ടിനിച്ചേട്ടെ. ഇനി ടിനിയുടെ മകനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കഞ്ചാവ് കേസിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പോലീസ്. അതിനെക്കുറിച്ച് കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. പാലസ് പോലീസ് പിടിച്ചത് 3 ഗ്രാം കഞ്ചാവ് കൈവശം വെക്കാന്നാണ്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണം ബ്രോ, കാരണം ആ വേർഡ്സ് പ്രശ്നമാണ്. ഇവൻ ആരുടെ വാങ്ങുന്നു, ഇവൻ ഇത് യൂസ് ചെയ്യുന്നതിന്റെ എല്ലാ പ്രൂഫും എന്റെ ഉണ്ട്. ഓക്കെ അല്ല, നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകണ്ടെന്നോ? പോണം. എന്തൊക്കെ തമ്മാടിത്തരങ്ങളാണ് അവൻ ചെയ്തെന്ന് പുറത്തു വരട്ടെ. ഇവന്റെ കള്ളികളൊക്കെ വെളിച്ചത്താവട്ടെ. ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് തടയിടാൻ നിൽക്കണം. പറയട്ടെന്നേ ലാബിന് ബാക്കി പറഞ്ഞായിരുന്നു. എനിക്കുണ്ടായിരുന്ന ഒരു പൈസയുടെ കേസ് 35,65,000 രൂപ. എന്റെ കൂട്ടുകാരൻ ഡിക്സൺ തിരുവനന്തപുരത്ത് 25 ലക്ഷം രൂപയുടെ. ഞങ്ങൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പോ ഏതാണ്ട് എന്താ പറയാ തമാശ കേൾക്കാൻ പോയ പോലെയാണ്. മനസ്സിലായി. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടോമിനെ പോലുള്ളവരെ ഉണ്ടാക്കിയാൽ മാത്രമേ പോലീസുകാർ ഉണ്ടാക്കുള്ളൂ. അതോ സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ? അതോ ടിനി ടോം ആണോ ആലുവ സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ പോലീസുകാർക്ക് കുറച്ച് ചായവുള്ളൂ? അതിപ്പോ ആലുവ സ്റ്റേഷൻ എന്നല്ല, കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷൻ എടുത്ത് നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പണവും പിടിപാടുമുള്ളവരെ കാര്യം നക്കാനാണ് പോലീസുകാർ ഇരിക്കുന്നത്. സാധാരണക്കാരൻ എന്ത് കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഇവർക്ക് പുല്ല് വരെയാണ്. അത് കാലങ്ങളോളായി പോലീസുകാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും ഈ മാതിരി ജാതി ഐറ്റത്തിനോട് മനസ്സിലായി. ഉടനെ ഈ ഫ്ലാറ്റിലത്തെ സെക്രട്ടറി ഒരു ലേഡിയാണ്. ഇവരോട് ഭയങ്കര കൂറാ. ഏത് ഫ്ലാറ്റിലെ ഹൗസ് ഓണർ ആയിരുന്ന ആളെ വിളിച്ചിട്ട് നിങ്ങൾ ആ വീട് കൊടുത്തോ, എന്തിനാ അവർക്ക് കൊടുത്തേ, അവര് നല്ല ആളുകളൊന്നും അല്ല, എന്താ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ? ശരി, അപ്പൊ ഫ്ലാറ്റിലെ സെക്രട്ടറിയും ടിനിച്ചേട്ടൻ കയ്യേറി വെച്ചേക്കുവാണ് അല്ലേ? എന്നിട്ട് ആ സെക്രട്ടറി വെച്ച് ടിനി വീണ്ടും ശബരീഷിനെ ദ്രോഹിക്കുകയാണ്. എങ്ങനെയാണ് ദ്രോഹിച്ചത്? ഈ ഫ്ലാറ്റ് സെക്രട്ടറിയെ കൊണ്ട് ഹൗസ് ഓണറെ വിളിപ്പിക്കുക, ശബരീഷിനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒഴിപ്പിക്കണമെന്ന് പറയുക. എന്തോന്നൂടെ ഇതൊക്കെ? ടിനി ടോമിനെതിരെ നിൽക്കുന്നവരെല്ലാം ആ ഏരിയയിൽ നിന്ന് തുരത്തണം. അതിനു വേണ്ടിയാണ് ഇവൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ടിനി ടോമിന് അവിടെ ഇങ്ങനെ മോണോപോളായിട്ട് വാഴണം, ബാക്കിയുള്ളവരൊക്കെ അവന്റെ അടിമകളായിട്ട് നിൽക്കണം അല്ലേ? വല്ലാത്തൊരു ചെങ്ങായി ഇഷ്ടം. ബാക്കി പറഞ്ഞാലും മനസ്സിലായി. അല്ല, അത് കൂടാതെ ഇപ്പൊ ഈ ടിനി ടോം ബ്രോയുടെ ഭയങ്കരമായിട്ട് ഡീഫോം ചെയ്യുക. മനസ്സിലായി. ആൾക്കാരെ ഭയങ്കരമായിട്ട് ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തുക. മനസ്സിലായി. നിങ്ങളുടെ വികാരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇയാൾ കാരണം ബുദ്ധിമുട്ടായി എന്നുള്ളത്. ഇനി നാളെ എന്റെ പേരിൽ കേസ് വരട്ടെ, അപ്പൊ അതിനുള്ള പ്രൂഫ് കൂടി ഞാൻ ഹാജരാക്കാം. എന്തൊക്കെയാ നടക്കണേന്നുള്ളതിന്റെയൊക്കെ. ഇവനൊക്കെ സ്കോട്ട്ലൻഡിലും UK-ലും മൊറോക്കോയിലൊക്കെ വന്ന് കാണിക്കണതിന്റെ വീഡിയോ ഒക്കെ എന്റെ ഉണ്ട്. ശരി, ഈ സ്കോട്ട്ലാൻഡിലും മൊറോക്കോയിലും ഒക്കെ ടിനിക്ക് എന്താണ് പരിപാടി? വല്ല പെണ്ണുപിടിയും മറ്റും ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അതും കൂടി പുറത്ത് വന്നാണെങ്കിൽ കുശാലായി. ബാക്കി ഉണ്ടോക്കാം. ഇവരൊക്കെ എന്റെ പേര് വീഡിയോയിലുണ്ട്. എന്റെ വീഡിയോ ഉണ്ട്. മനസ്സിലായി. എന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഏറിടാം. പിന്നെ ഈ ചെറുക്കൻ കഞ്ചാവ് യൂസ് ചെയ്യണേന്റെ, ഇവൻ വാങ്ങണേന്റെ, ഇവന്റെ ബ്രോ വെറുതെ ശബരീഷ് വായിത്താളടിക്കണല്ല. ഞാനത് ടിനി ടോമിന്റെ കൊച്ചനോടും ടിനി ടോമിനോടും ഞാൻ മലയാളത്തിൽ പറഞ്ഞ മോനെ എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഞാൻ ആരോടും അങ്ങോട്ടും ഒന്നും കയറാറില്ല. അത് നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോകാറില്ല. എന്റെ വീട്ടുകാരുടെ കാര്യം നോക്കി എന്റെ കുടുംബത്തില് ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ആളുമാണ്. അത് എന്റെ സൗകര്യം എന്റെ വീട്ടിലിരുന്ന് ഞാൻ കഴിക്കുന്ന പറഞ്ഞ് മറ്റുള്ളവരുടെ മേത്തോട്ട് കയറാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല കായികാഭ്യാസികളെ കമ്പനി പഠിക്കാര്. മനസ്സിലായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ടിനി ടോമും മകനും ഈ ചെറുതായിട്ടൊന്ന് ശബരീഷിനെ ചൊറിഞ്ഞതാണ്. ശബരീഷ് എന്താക്കി? ടിനി ടോമിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്ത് അങ്ങ് പുറത്തിട്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ടിനി ചേട്ടാ? ഈ ചെറിയ ചീള് കേസിനൊക്കെ ശബരീഷിനെ വെറുപ്പിക്കാൻ നിന്നിട്ടില്ലേ? മൂർഖം പാമ്പിനായി പോയി ടിനി ചേട്ടൻ നിങ്ങൾ ചവിട്ടിയത്. സാരില്ല, പോട്ടെ, വരാളത് വഴി തങ്ങൂലെന്നാണല്ലോ. ബാക്കി കേട്ടോക്കെ എന്തായാലും. ചേട്ടാ, ഈ ലാസ്റ്റ് ആയിട്ട് പേര് മാറ്റണം എന്ന് പറഞ്ഞതിൽ വളരെയധികം ക്ഷമ ഞാൻ പറയുന്നു. പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം ഒരുപാട് മഹാരഥന്മാരിടുന്നതാണ് ഈ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ. ശരിയല്ലേ? അതെ ശരിയാണ്. മരിച്ചുപോയ നമ്മുടെ നടൻ മുരളി, അതെ. അല്ല, എനിക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുക. അവരൊക്കെ കൂടി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനിൽ ഇവനെ പോലെ നിലവാരമില്ലാത്തവരെയൊക്കെ പിടിച്ച് ഇരുത്തുമ്പോൾ അതിന് അമ്മ എന്നാണോ പേരിടേണ്ടത്, അല്ലെങ്കിൽ അമ്മായിയമ്മ എന്നാണോ, അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്നാണോ ഇടേണ്ടത്?
മനസ്സിലായി. ഞാൻ പെൺകുട്ടി എത്ര അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി എത്ര വിഷമകരമായിട്ട് അവരുടെ വിഷമം ഇതാക്കണേ. ഇതൊന്നും ഒരു പറ്റം ചേച്ചിമാർക്കൊന്നും ഇതൊന്നും കണ്ണിനെ കണ്ടുകൂടാ. എത്ര ലാഘവത്തോടു കൂടിയാ അവര് സംസാരിക്കുന്നത്. അവനോനും നൊന്താലേ ഇതാവുള്ളൂ. ശരിയല്ലേ? അതെ അതെ, സത്യമാണ്. സ്വന്തം കുടുംബത്തിലെ ഒരുത്തനോ അല്ലെങ്കിൽ സ്വയം നോവുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതെ അതെ, കറക്റ്റ് ആണത്. ശരി ശരി. അത് കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആലുവ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും? ആലുവ പോലീസ് സ്റ്റേഷൻ ടിനി ടോമിന്റെ അല്ലേ, പിന്നെ ഞാൻ കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഇവിടെ വേറെ എങ്ങോട്ടെങ്കിലും പരാതിയായിട്ടും ചേട്ടൻ മുന്നോട്ട് പോയിട്ട് കോംപ്രമൈസ് ആക്കാനായിട്ട് അവിടെ ആര് വന്നാലും വാദിയ പ്രതിയാക്കണ ഒരു തടിയനുണ്ട്. അവനെയൊക്കെ ആരാണാവോ പോലീസിലെടുത്തത്? ഞാൻ അത്യാവശ്യം ഇപ്പോഴും ഒരു പാക്കൊക്കെ ഉള്ള ഒരു ബോഡി ബിൽഡറാ ഞാൻ. എന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവൻ എന്നെ ഒരു പുച്ഛ ഭാവത്തില് അവന്റെ തോളത്ത് ടിനി കൈയിട്ടുകൊണ്ട് ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ വൈഫിനെ എടുത്തു പറയാ, നീ സൈൻ ചെയ്ത് കൊടുത്തേക്കടാ, വേറെ പണിയൊന്നുമില്ലേ. ഇനി ഞാൻ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് ആരുടെ കാലം നക്കേണ്ടത്? മനസ്സിലായി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ലല്ലേ ആർക്കും. വേറെ പണിയില്ലേ? മനസ്സിലായി. ആ എഴുതണ സമയവും ആ കളയണ മഷി ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പരിപാടികളൊന്നും ചെയ്യാം. അതെ, ആ പറഞ്ഞത് സത്യമാണ്. ഈ ടിനി ടോമിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടുപോയി കൊടുക്കുന്നതിലും ഭേദം കടപ്പുറത്ത് പോയി തെരമാരെണ്ണതാണ്. അതാകുമ്പോ തെരമാരെണ്ണ സാറ്റിസ്ഫാക്ഷൻ എങ്കിലും കിട്ടും. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി അപമാനിതനായി ഇറങ്ങി വരുന്നതിലും ഭേദം അതാണ് ഏറ്റവും നല്ലത്. ഒരു ടിനി ടോമിന് കാറ് നക്കുന്ന കുറെ പോലീസുകാരും. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുന്നൊക്കെ എന്തായാലും ബാക്കി ഇട്ടൊക്കെ. മനസ്സിലായി. ഒരു തവണ ആ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ഒരു തവണ കൊടുത്തപ്പോഴാ ശബരീഷിനെതിരെ കേസെടുക്കണം. അവൻ പറയാണ് സിയുടെ മുമ്പിൽ ഇരുന്ന് ടിനിച്ചേട്ടൻ ആലോചിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് കേസായിട്ട് തന്നെ പോട്ടെ. എന്റെ ഒരു ഫാമിലി ഫ്രണ്ട്, പുള്ളി രാഷ്ട്രീയത്തിൽ പാർട്ടിയിലുള്ളതാണ്, കോൺഗ്രസ് പാർട്ടിയിലുള്ളതാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് കയറി പോകണ്ടല്ലേ, നീ ഇതിനു വേണ്ടിയിട്ടാണ് നാട്ടി വന്നേ? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? എന്റെ ഫാദറിന്റെ ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞോട്ട് മാത്രമാണ്. മനസ്സിലായി. ഒതുങ്ങണ്ട വന്നു അല്ലേ? ശരി. അപ്പൊ ടിനിച്ചേട്ടന് പോലീസിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഉണ്ടല്ലേ പിടിപാട്. രാഷ്ട്രീയക്കാർ വെച്ച് ഒരു ആശം വരട്ടാൻ തുടങ്ങി നോതാണ്. എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ. ബാക്കി കേട്ടോക്കെ എന്തായാലും കാര്യം പറയാട്ടോ. ഇതൊക്കെ വല്ല പാണ്ടിലോറിയുടെ ഇടയിൽ പോവുള്ളൂ. എനിക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. എനിക്ക് 40 വയസ്സായി. യൂറോപ്പിൽ ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. ഇവരൊക്കെ ഈ കഞ്ചാവ് പിടിച്ച് ആരെങ്കിലൊക്കെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഈ ചെറുക്കനൊക്കെ ഏതെങ്കിലും പാണ്ടിലോറി കയറി തീരും. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. പാണ്ടിലോറിന്റെ അടി കയറി ചാവുന്നൊന്നും പറയേണ്ടില്ലായിരുന്നു. ചിലപ്പം ഫ്രസ്ട്രേഷനെ പുറത്ത് പറഞ്ഞതാവും. എന്നാൽ ഈ പറഞ്ഞ കുറച്ച് കൂടിപ്പോയി. എന്തായാലും മാക്കൂടി പറഞ്ഞാട്ടെ. പൊതുജനം എന്ന് പറയുന്ന കഴുത മറ്റേ ഇവന്റെ സിനിമ കണ്ടും റിയാലിറ്റി ഷോയ്ക്ക് റീച്ച് കൂട്ടിയിട്ടാണല്ലോ ഇവൻ മസ്താങ്ങും മർച്ചതാങ്ങും ഒക്കെ മേടിച്ചത്. അല്ലാതെ ഇവന്റെ അമ്മ ഇവന്റെ ഗർഭപാത്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഒരു കയ്യില് മസ്താങ്ങും വേറൊരു കയ്യില് ബെൻസും അവന്റെ കഴുത്തിൽ തേങ്ങാക്കൊലയായിട്ടൊന്നുമല്ല വന്നത്. അല്ലല്ല, പക്ഷെ ഇപ്പൊ അത്യാവശ്യം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള വിഡ്ഢികളായ ജനങ്ങൾ ഇരുന്ന് കക്കക്കാന്ന് ചിരിച്ചും റേറ്റിംഗ് കൂട്ടിയും സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്നും എന്നിട്ട് സെലിബ്രിറ്റിയും മറ്റേ മെഗാസ്റ്റാറും ആക്കിയവർക്ക് ഞങ്ങളെ പോലുള്ള ജനങ്ങളെ കാണുമ്പോൾ പുച്ഛം. മെഗാസ്റ്റാറും ടിനി ടോമും ചുമ്മാ ചിരിപ്പിക്കാതെ ചേട്ടാ. മെഗാസ്റ്റാർ പോയിട്ട് സാധാരണ ഒരു നടനാവാനുള്ള കഴിവ് പോലും ഈ ടിനിക്കില്ല. അല്ലെങ്കിലും എന്ത് പറഞ്ഞിട്ടാണ് ഈ ടിനിയുടെ മെഗാസ്റ്റാർ എന്നൊക്കെ വിളിക്കുക? നിങ്ങൾ തന്നെ പറ. ഈ മിമിക്രി കാണിച്ചിട്ടാണല്ലോ ഈ ടിനിയൊക്കെ സിനിമയിൽ കയറി വന്നത്. അല്ലെങ്കിൽ ഇവൻ എന്ത് മിമിക്രിയാണ് കാണിക്കുന്നത്? മറ്റുള്ളവരെ സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കുക. ഇതാണ് ടിനിച്ചേട്ടന് മിമിക്രി എന്ന് പറയുന്നത്. എന്നിട്ട് അത് കണ്ട് കൈയടിക്കാൻ കുറെ ഉണ്ടാവും. അല്ല, പണ്ടൊന്നും മിമിക്രി എന്താണെന്ന് അറിയാത്ത കാലത്ത് ഞാൻ ഇവന്റെ മിമിക്രി കണ്ട് കുറെ കൈയടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ അതാലോചിച്ച് നല്ലോണം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും ഇവനൊക്കെ എപ്പോഴും സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കഴിവും പ്രാപ്തിയുമുള്ള എത്രയോ ആൾക്കാർ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കാണ്. ആ കാലത്താണ് ഇവന് പുട്ടുപോലെ കുറെ സിനിമയിൽ അഭിനയിച്ചു പോകുന്നത്. എന്താണ് കാരണം? പണവും പിടിപാടൊക്കെ തന്നെ. കഴിവില്ലാതെ സിനിമയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ടിനി ടോം. ഇവനൊക്കെ ഇനിയും കുറെ കാലം ഈ ഫീൽഡിൽ നിലനിന്ന് പോകും. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇനിയെങ്കിലും ഇവനെ പോലുള്ള ആളുകൾ പൊതുജനം തിരിച്ചറിയണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവന്റെ അഹങ്കാരം ഇന്നത്തോടെ നിർത്തിക്കണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.